ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ വീട് വരെ പോയതാണ് കേട്ടോ. അത് എന്തായിരുന്നു, ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ നിന്ന് പോയത്. സ്കൂളിൽ നിന്ന് മക്കളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ പോയത്. അപ്പോൾ നമുക്ക് ഫുള്ള് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ പിന്നെ ഭയങ്കര പിള്ളേരും അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്പലത്തിലൊക്കെ പോയത് എടുക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയമാണ് കേട്ടോ വീഡിയോ വെക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ തന്നേൻ്റെ പിറ്റേ ദിവസമാണത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതുകൊണ്ട് അവിടെ അമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തലേദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്ന് എനിക്ക് രാവിലെ അമ്മ അത് ചൂടാക്കി കറിയൊക്കെ ചൂടാക്കി. പക്ഷെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് എനിക്കമ്മ നമ്മുടെ ഓട്ടട ഉണ്ടാക്കി തന്നിട്ടോ. പിന്നെ മക്കൾക്കെല്ലാം അത് ചൂടാക്കി അതും ചിക്കൻ കറിയും കൂടെയാണ് അവർ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ടാണ് വന്നത്. രാവിലെ ഞാനും ചേച്ചിയും മക്കളെല്ലാവരും അമ്പലത്തിൽ പോയിരുന്നു. പോയിട്ട് എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചായ കുടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഏട്ടൻ്റെ കപ്പാണ്, ഏട്ടൻ ചായ കുടിക്കുന്ന കപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതിനാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ അമ്മ ഫ്രൈഡ് റൈസും കറിയൊക്കെ ചൂടാക്കി മക്കൾക്ക് എല്ലാവർക്കും വിളമ്പാണ്, 3 പേർക്കും അത് വിളമ്പി കൊടുത്തു. പിന്നെ എനിക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആകെപ്പാടെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ശാന്തതയാണ് കേട്ടോ. പിള്ളേർക്ക് ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ മാല എടുത്തിട്ടുണ്ടായിരുന്നു, എടുക്കും മാല എടുത്തിട്ട് ബോളാണ്, ബോളല്ലേ തേങ്ങ. ചേച്ചിക്കാണെങ്കിൽ ചേച്ചി വീഡിയോ എടുക്കുന്നത് എപ്പോഴും പറയട്ടെ, ചേച്ചി വീഡിയോ എടുക്കണ്ടെന്ന്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന കോലമൊക്കെ കാണണ്ടെന്ന് പറയും. പക്ഷെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ അതിനാണെന്ന് പറഞ്ഞത്. അങ്ങനെ ചേച്ചി പോയി തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ട് വന്നു. രാവിലെ നമുക്ക് ഓട്ടടയ്ക്ക് തേങ്ങ വെച്ചിട്ട് വേണ്ട ഓട്ടട ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ട് വന്നു. കൂട്ടത്തിൽ ലച്ചുവും കൂടെ പോയി കേട്ടോ. അപ്പോൾ ലച്ചു തിരിച്ചു വന്നപ്പോൾ ആ തേങ്ങ കൊടുക്കുന്നില്ല, അവിടെ ബോളാണെന്നും പറഞ്ഞുകൊണ്ട് അത് ഇരിക്കുക കേട്ടോ. അത് ബാറ്റ് കൊടുക്കാനായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ തേങ്ങ പൊട്ടിക്കാനാവുന്ന നോക്കിയിട്ട് അത് പൊട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മ അത് പൊട്ടിച്ചൊക്കെ തന്നു. ഞാൻ ആ തേങ്ങയൊക്കെ തിരിഞ്ഞ് പിന്നെ അമ്മയാണ് കേട്ടോ ഓട്ടോടയൊക്കെ ചുറ്റ് തന്നത്. തേങ്ങയൊക്കെ ഞാൻ തിരകി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അമ്മ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തിട്ട് എനിക്ക് ചുട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ലച്ചുവിന് ഫുഡ് കൊടുക്കണ്ട, അവർക്ക് ഞാനൊരു ദോശയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓട്ടടയല്ല, സാധാരണ ഒരു ഗോതമ്പ് ദോശ ഇട്ടിട്ട് അവർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും അമ്മ ഇത് ചുട്ട് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. മക്കളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ TV ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. TV ഒക്കെ ഇട്ട് അവർ കാർട്ടൂണൊക്കെ കാണുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ രസമല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ TV ഒക്കെ കണ്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ 2 ദിവസം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഞായറാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസം നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മക്കൾക്ക് ഇവിടെ തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയായിട്ട് വന്നു. അപ്പോൾ ഇനി വെക്കേഷനുള്ള സമയത്ത് നമുക്ക് പോയി നിൽക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ കഴിക്കുന്നത്, ഓട്ടട. ഓട്ടട എന്ന് വെച്ചാൽ ഇവിടെ ഓട്ടട എന്നാണ് കേട്ടോ പറയാൻ. നമ്മുടെ ശർക്കര നല്ല തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട്, ശർക്കര വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് അമ്മ ഇട്ടത്. പഞ്ചസാരയും തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് ഗോതമ്പ് ദോശ ഇതുപോലെ മടക്കി ചുട്ടതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും കഴുകി വെക്കാമെന്ന് വെച്ചു. ഇത് രാവിലെ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു.
പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ക്ലീനിങ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ റൂമൊക്കെ, ഞങ്ങളുടെ റൂമൊക്കെ ആണെങ്കിൽ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഇനി ഒരു ദിവസം പോകുമ്പോഴാണ് ഞാൻ എടുക്കും. പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഞായറാഴ്ച വൈകുന്നേരം വരണം എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് വരേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരുടെ തലേനോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരെ കുളിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. ചോറിന് ഉച്ചയ്ക്കും നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സാലഡ് ഉണ്ടാക്കി, പപ്പടം കാച്ചി, അതൊക്കെ. അപ്പോൾ അത് നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പോകുമ്പോൾ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ അവിടുത്തെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇനി മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് വേണ്ട അമ്മയുടെ തലയിലൊക്കെ നോക്കി കൊടുത്തു. പിന്നെ അതുകൊണ്ട് അത്യാവശ്യം മക്കളുടെ രണ്ടുപേരുടെ തലയിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം ചീപ്പി റെഡിയാക്കി. പിന്നെ നമ്മൾ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ അവരുടെ നഖമൊക്കെ ഒന്ന് വെട്ടി, സ്കൂളിലൊന്നും ഡെയിലി പോകുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നീറ്റായിട്ട് പോകണം. അപ്പോൾ ഞാൻ ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ തലയൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മൂത്ത ആളുടെ മുടിയും വെട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ, പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മുടെ കടലമാവല്ല, ഗോതമ്പ് മാവിനകത്ത് മിക്സ് ചെയ്ത്, കടലമാവില്ലായിരുന്നു കേട്ടോ. കടലമാവ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കടലമാവില്ലാത്തതുകൊണ്ട് ഞാൻ ഗോതമ്പ് മാവിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മിക്സ് ചെയ്ത് അതൊന്ന് മുഖത്ത് തേച്ച് ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്ന് വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ചെയ്തത്. ഒരു 10-15 മിനിറ്റോളം മുഖത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ തേച്ചിട്ട് ബാലൻസ് ചേച്ചിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ നമ്മൾ കെയർ ചെയ്യണമല്ലോ. അപ്പം ഞാനങ്ങനെ ആഴ്ചയിൽ ഞാൻ 2-3 ദിവസം ഇതുപോലെ മുഖത്ത് എന്തെങ്കിലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകിട്ടത്തേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് തീർന്നു പോയി. പിന്നെ ഞങ്ങൾ കഞ്ഞി വെക്കുകയാണ്. ഇത്രയൊക്കെയുള്ള നമ്മുടെ കൊച്ചു വീഡിയോ.